ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിഞ്ചി സ്പെഷ്യൽ ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മീനിലുള്ള മസാല റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ കട്ല മീനാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ള മീനാണ്. 4 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഫിഷ് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മസാല ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതേ ടേബിൾ സ്പൂണിൽ തന്നെ ജീരകവും 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരല്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ ആദ്യമേ എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചാൽ ഈ ജീരകവും പെരിഞ്ജീരകവും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ജീരകവും പെരിഞ്ജീരകവും ഏലക്കയും ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയുള്ളത് അടുത്തതായിട്ടാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറും അരിപ്പൊടിയുമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയുള്ളത്. കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരമുറി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മസാല ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ നേരത്തെ നമ്മൾ അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറിൽ 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചൊന്ന് ലൂസായി കിട്ടും. കൂടുതൽ ലൂസാവാൻ വെള്ളം പോലെ ആകാൻ പാടില്ല. എന്നാൽ നമ്മുടെ മീനിൽ മസാല നന്നായിട്ട് പുരണ്ടിരിക്കത്തില്ല. അപ്പോൾ ആ മസാല നമ്മളെ മീനിൽ നന്നായിട്ട് പിടിച്ച് ഇരിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൽ നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ മീനിൽ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ എത്രത്തോളം മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുമോ അത്രത്തോളം ആ മീനിൽ മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ആ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മീനിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടാം. നമ്മൾ ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ നമ്മൾ ആ മീൻ ആദ്യം ഇട്ടതിന് ശേഷം നമ്മൾ അത് സിമ്മിലോട്ട് ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മളുടെ ഫിഷ് ഫ്രൈയുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇനി മറിച്ച് കൊടുത്തതിന് ശേഷം ആ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് 2 ഭാഗവും നല്ല ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്ക് സിമ്മിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മളുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി നല്ല സോഫ്റ്റും ക്രഞ്ചിയുമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ആ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റിലോട്ട് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിലോട്ട് കുറച്ച് സലാഡ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും
കുക്കുംബറും ഒണിയനും 2 പച്ചമുളകും എല്ലാം കൂടെ നാരങ്ങയിൽ മിക്സ് ചെയ്തിട്ടുള്ള സലാഡാണ്. അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അരിഞ്ഞെടുത്തിട്ടുള്ളതിന് പിന്നെ കുറച്ച് മുകളിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ സർവിങ് പ്ലേറ്റിലെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫിഷ് റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.